ഹായ് ഗായ്സ്, ഇന്ന് നമ്മളെ ഒരു കറി ഉണ്ടാക്കാൻ പോകും കേട്ടോ. അതിന് വേണ്ട സാധനങ്ങളാണ് ഈ കാണുന്നത്. ഒരു കുഞ്ഞു സവാള, കുറച്ച് ഇഞ്ചിയും പച്ചമുളകും, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല. പിന്നെ വേണ്ടത് കടലമാവാണ്. ഇതൊരു 3 സ്പൂണോളം വരും കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കട്ട കെട്ടാതെ കലക്കിയെടുക്കണം. നമ്മുടെ കടലമാവ് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ കട്ടകളൊക്കെ ശരിക്കൊന്ന് ഉടച്ചെടുക്കണം. ഇതിൻ്റെ കട്ടയൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ. ഒരു കപ്പ് വെള്ളം കൂടി ആദ്യം ആ കട്ട ഉടയാനുള്ള വെള്ളം കുറച്ചൊഴിച്ചിട്ട് ഇനിയിപ്പോൾ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് ലൂസാക്കി എടുത്തിട്ട് 2 സ്പൂൺ എണ്ണ ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. നമുക്ക് കടുകിട്ട് പൊട്ടിച്ച് റെഡിയാക്കി എടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് മുഴുവനായിട്ടും പൊട്ടിക്കഴിഞ്ഞു. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും. നമ്മുടെ സവാളയും പച്ചമുളകൊക്കെ ഒരുവിധം വാടി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടെ ഒന്ന് മുരിഞ്ഞ് വരട്ടെ. അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളെടുത്ത് വെച്ചേക്കണം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല എല്ലാം അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം പോകുന്നിടം വരെ ഒരു മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. തീ ഒന്ന് കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ കത്ത് പിടിക്കും പൊടി. ഇവിടെ നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കലക്കി വെച്ച മാവ് ഒഴിച്ചെടുക്കാം. ഇനി കണ്ടോ, ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല സുന്ദരം കറിയായിട്ട് വരുന്നത്. ഇതിന് നല്ല ടേസ്റ്റ്. ഇത് ലൂസാക്കി കലക്കണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് വെന്ത് വന്നെങ്കിൽ കുറച്ച് വെള്ളം വേണം. കട്ടിയിൽ കലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തിളച്ച് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ് കുറുകിപ്പോവും. അപ്പോൾ കുറച്ച് അധികം വെള്ളം ചേർക്കണം. അപ്പം 3 സ്പൂൺ പൊടിക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കലക്കിയപ്പോഴത്തേക്ക് ഇത് ഈ ഒരു പാകത്തിലായി. പിന്നെ നമുക്കിതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാകത്തിന് കേട്ടോ, ഒരുപാട് ഉപ്പൊന്നും ഇടണ്ട. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. പിന്നെ ഉപ്പ് നമ്മുടെ രുചിക്കനുസരിച്ചാണ് ഇടുന്നത്, അത്ര ഇട്ട് കൊടുക്കാം. ഇനി അവിടെ ഇരുന്ന് തിളച്ച് കുറുകി വരട്ടെ. നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിന് നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ വിചാരിക്കണ്ട, അയ്യേ ഇതെന്താ കടലമാവ് കൊണ്ട് കറി വയ്ക്കുന്നു. കടല കറി വയ്ക്കാമെങ്കിൽ പിന്നെ അതിൻ്റെ തൊലി പോയി പൊടിച്ചെടുത്ത കടലമാവ് കൊണ്ട് നമുക്ക് കറി വെച്ചാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. നല്ല രുചിയുള്ള, പിള്ളേരൊക്കെ ഭയങ്കര ഇഷ്ടത്തോടു കൂടി കൂട്ടുന്ന നല്ലൊരു കറിയാട്ടോ ഇത്. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, 3 സ്പൂൺ പൊടിക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന സ്പൂണിൻ്റെ അളവോ അല്ലെങ്കിൽ കുറച്ച് തിക്കായിട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ചിലപ്പോൾ പെട്ടെന്ന് കട്ടയായി പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കട്ടയായി പോകുന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കാം. കണ്ട, ഇപ്പോൾ ഇതിന് ആവശ്യത്തിന് കട്ടിയുണ്ട്. കണ്ട, ഇതൊരു 2 മിനിറ്റ് തിളച്ചാൽ വേഗം, പൊടിയല്ലേ. പക്ഷേ എന്നാലും നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കുക. അടി പിടിക്കാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ കറി ഒരുവിധമായിട്ടുണ്ട്. എനിക്കിതിനെ കുറച്ച് കറിവേപ്പിലയും കൂടെ തൂവിയെടുക്കാനാണ് ഇഷ്ടം. എനിക്ക് ആ കറിവേപ്പിലയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനിത്, നമ്മുടെ കറി റെഡിയായി. 5 മിനിറ്റ് പോലും വേണ്ട ഈ കറി ഉണ്ടാക്കാനായിട്ട്. ഒന്ന് റെഡിയാക്കി നോക്കണേ. പിന്നെ സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് മൈ ഗൈസ്. അപ്പം നമ്മുടെ കറി റെഡിയായി. ഇനി നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചപ്പാത്തിയുടെ ഒപ്പം കഴിക്കാനാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കിയേക്കണേ. കണ്ട, പിന്നെ ഇതെന്താ പറ്റിയെന്ന് വെച്ചാൽ, ഇന്നലെ കടല വെള്ളത്തിടാൻ മറന്നുപോയി. രാവിലെ നോക്കിയപ്പോൾ കറി എന്ത് വയ്ക്കും എന്നുള്ള, അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയ
ഒരു കറിയാട്ടോ ഇത് നല്ല രുചിയുള്ളൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, കുറച്ച് സമയവും മതി, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം.